ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ് ജോഗ്രഫി 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് ഞാനിന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. ഈ പാഠത്തിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചില കുട്ടികൾ അങ്ങനെ ഒരു സജഷൻ ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പം ആ ഒരു സംശയമൊക്കെ നമുക്ക് ഇന്ന് ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. അതായത് ഈ പാഠത്തിനകത്ത് സീസണുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. സമ്മർ സോൾട്ടൈസ്, ഇക്വിനോസസ്, വിൻ്റർ സോൾട്ടൈസ്, ഇതൊക്കെ നമ്മൾ ഈ പാഠത്തിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വ്യക്തമായിട്ട് പഠിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനൊരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. നമുക്കറിയാം നമ്മുടെ ഭൂമി എങ്ങനെയാണ് ചെരിഞ്ഞാണ് ഇരിക്കുന്നതെന്നറിയാം. നമ്മുടെ ഭൂമി എങ്ങനെ ഇരിക്കുന്നത്? ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും മിഡിലൂടെ കടന്നു പോകുന്ന ഈ ലൈനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇക്വേറ്റർ. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇക്വേറ്റർ. നമുക്കറിയാം ഇക്വേറ്ററിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ഈ പകുതി ഭാഗം, ഈ ഹെമിസ്ഫിയറിന് നമ്മൾ അറിയപ്പെടുന്ന പേരാണ് നദേൺ ഹെമിസ്ഫിയർ എന്നാണ് അറിയപ്പെടുക. ഓക്കെ. ഇത് നോർത്താണ്, മനസ്സിലായോ? ഇക്വേറ്ററിൻ്റെ മുകളിൽ വരുന്ന ഭാഗം എന്ന് പറയുന്നത് നോർത്തും, ഇക്വേറ്ററിൻ്റെ താഴെ വരുന്ന ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സദേൺ ഹെമിസ്ഫിയർ ആണ്. തെറ്റിക്കൂലല്ല. ഇക്വേറ്ററിൻ്റെ മുകളിൽ വരുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറും ഇക്വേറ്ററിന് താഴെ വരുന്നത് സദേൺ ഹെമിസ്ഫിയറുമാണ്. ഓക്കെ. ഇനി ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ട് വരുന്ന ഭാഗമാണ് ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇക്വേറ്ററിന് മുകളിലായിട്ട് വരുന്ന ഭാഗമാണിത് ട്രോപ്പിക് ഓഫ് ക്യാൻസറും ഇക്വേറ്ററിന് താഴെ വരുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇനി അടുത്തൊരു കാര്യം, ഭൂമി എത്ര ഡിഗ്രിയിലാണ് ചെരിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എർത്ത് ഈസ് ടിൽറ്റഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 66.5 ഡിഗ്രി. അതായത് ഇതാണ് ഓർബിറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഞാൻ ഈ വരച്ചിരിക്കുന്നതാണ്, ഇതാണ് ഓർബിറ്റൽ പ്ലെയിൻ. ഈ ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എത്ര ഡിഗ്രിയാണ്? 66.5 ഡിഗ്രിയാണ് ചെരിഞ്ഞിരിക്കുന്നത്. ഇനി വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എത്ര ഡിഗ്രിയാണ് ചെരിഞ്ഞിരിക്കുന്നത്? 23.5 ഡിഗ്രിയാണ് ചെരിഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ തെറ്റിക്കരുത്. ഭൂമി ചെരിഞ്ഞിരിക്കുന്നത് ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എത്ര ഡിഗ്രിയാണ്? 66.5 ഡിഗ്രിയും വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 23.5 ഡിഗ്രിയാണ് അതിൻ്റെ ചെരിവെന്ന് പറയുന്നത്. തെറ്റിക്കില്ലല്ലോ. അപ്പോൾ ഭൂമിയുടെ മിഡിലൂടെ കടന്നു പോകുന്നത് ഇക്വേറ്റർ, മുകൾ ഭാഗത്ത് വരുന്നതാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, താഴ്ഭാഗത്ത് വരുന്നതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ഏത് ഹെമിസ്ഫിയറിലാണ് വരുന്നത്? നദേൺ ഹെമിസ്ഫിയറിലാണ് വരുന്നത്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരുന്നത് ഏത് ഹെമിസ്ഫിയറിലാണ്? അത് സദേൺ ഹെമിസ്ഫിയറിലാണ്. തെറ്റില്ലല്ലോ. നിങ്ങൾക്ക് ഞാനിവിടെ ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഈ ചിത്രം പഠിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ഇവിടെ മാർച്ച് 21 നോട്ട് ചെയ്തിട്ടുണ്ട്, ജൂൺ 21 ഉണ്ട്, സെപ്റ്റംബർ 23 ഉണ്ട്, ഡിസംബർ 22 ഉണ്ട്. ഓക്കെ. ഞാൻ വരച്ചിരിക്കുന്നത് നോക്ക്. ആദ്യം ഞാൻ ഇതേപോലെ ഒരു ഭൂമി എർത്ത് വരച്ചിട്ടുണ്ട്, എർത്തിന് ഒരു ഇക്വേറ്റർ വരച്ചിട്ടുണ്ട്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. ഈ നോക്കിയേ, മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ പറയുന്ന രണ്ട് ഡേറ്റുകളിലും സൂര്യൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആർക്ക് നേരെയായിട്ടാണ് നിൽക്കുന്നത്? ഇക്വേറ്ററിന് നേരെയായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. മാർച്ച് 21 സെപ്റ്റംബർ 23 സണ്ണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആർക്ക് നേരെയായിരിക്കും? ഇക്വേറ്ററിന് നേരെയായിരിക്കും. ഇനി ജൂൺ 21 നോക്കിയേ, ജൂൺ 21 എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ ആ സണ്ണിൻ്റെ പൊസിഷൻ ആർക്ക് നേരെയായിരിക്കും? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെയായിരിക്കും. ആർക്ക് നേരെയായിരിക്കും? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെയായിരിക്കും. വെർട്ടിക്കലാണെന്ന് പറയാം. അതല്ലെങ്കിൽ പറയാം നോർത്തേൺ ഹെമിസ്ഫിയറിന് എന്താണ്? വെർട്ടിക്കലായിട്ടാണെന്ന് പറയാം. ഇനി ഡിസംബർ 22 സമയത്താണെങ്കിൽ നോക്കിയേ, ആർക്ക് നേരെയാണെന്ന് പറയാം? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് നേരെയായിട്ടാണ് ആര് വരുന്നത്? സണ്ണിൻ്റെ പൊസിഷൻ. ഓക്കെ ആണോ മക്കളെ? എന്തെങ്കിലും സംശയം ഉണ്ടോ അതിനകത്ത്? ഇല്ലല്ല. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മാർച്ച് 21 സമയത്തും സെപ്റ്റംബർ 23 സമയത്തും സണ്ണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആർക്ക് നേരെയാണ്? ഇക്വേറ്ററിന് നേരെയായിട്ട് വരുന്നു. മാർച്ച് 21 സെപ്റ്റംബർ 23 ഇക്വേറ്ററിന് നേരെയായിട്ടാണ് ആര് വരുന്നത്? സണ്ണിൻ്റെ പൊസിഷൻ വരുന്നത് ഈ പറയുന്ന ഡേറ്റുകളിൽ. അങ്ങനെ ഈ പറയുന്ന ആ ഒരു സമയങ്ങളിൽ രണ്ട് ഹെമിസ്ഫിയറിലേക്കും കിട്ടുന്ന സൺലൈറ്റിൻ്റെ അളവ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
അത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യമാണ്. കാരണം ഇവർ മിഡിലാണ് വരുന്നത് അല്ലേ. മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും സൺ എന്ന് പറയുന്നത് ഇക്വേറ്ററിൻ്റെ നേരെയായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ, ഇക്വേറ്ററിന് നേരെയായിട്ട് വരുമെന്ന് പറയുമ്പോൾ രണ്ടിടത്തേക്കും, 2 ഹെമിസ്ഫിയറിലേക്കും, ഏതൊക്കെയാണ് ആ 2 ഹെമിസ്ഫിയർ? നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും. രണ്ടിടത്തേക്കും കിട്ടുന്ന സൺലൈറ്റിൻ്റെ എമൗണ്ട്, അളവ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കൂലേ? ആയിരിക്കും. അങ്ങനെ ഈക്വൽ ആകുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവുന്ന പകൽ സമയത്തിൻ്റെ അളവും ഇവിടെ ഉണ്ടാവുന്ന പകൽ സമയത്തിൻ്റെ അളവ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവിടെ ഉണ്ടാവുന്ന രാത്രി സമയത്തിൻ്റെ അളവും ഇവിടെ ഉണ്ടാവുന്ന രാത്രി സമയത്തിൻ്റെ അളവ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വിനോസസ്. എന്താണ്? ഇക്വിനോസസ്. ഈ പേരിൽ തന്നെയുണ്ട് അല്ലേ, ഈക്വൽ എന്നുള്ളൊരു റിലേഷൻ ഇതിനകത്ത് വരുന്നില്ലേ, ഇക്വിനോസസ് എന്നാണ്. അപ്പോൾ നോക്കിയേ, സെപ്റ്റംബർ 23, ചിത്രം ഞാൻ എല്ലാവരും മനസ്സിലും ഈ ചിത്രം ഉണ്ടായിരിക്കണം കേട്ടോ, മറക്കരുത്. സെപ്റ്റംബർ 23-നും മാർച്ച് 21 സമയത്തും ഇതാരാണ്? സണ്ണാണ് കേട്ടോ, സണ്ണിനെയാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, സൺ എന്ന് പറയുന്നത് ആർക്ക് നേരെ ആയിട്ടിരിക്കും? ഇക്വേറ്ററിൻ്റെ നേരെ ആയിരിക്കും ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇക്വേറ്ററിന് നേരെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് 2 ഹെമിസ്ഫിയറിലും, ഞാൻ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഈക്വൽ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് കൊടുക്കാൻ കാരണം ഇത്രേ ഉള്ളൂ. 2 ഹെമിസ്ഫിയറിലെയും ഡേയും നൈറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 2 ഹെമിസ്ഫിയറിലെയും ഡേ ആൻഡ് നൈറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വിനോസസ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? അടുത്തത് സമ്മർ സോൾട്ടൈസ് എന്താണെന്ന് പഠിക്കാം. സമ്മർ സോൾട്ടൈസ് നിങ്ങളിവിടെ നോക്കിയാൽ ജൂൺ 21 സമയത്ത് ആർക്ക് നേരെയാണ് സണ്ണിൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്? സണ്ണ് ആർക്ക് നേരെ ആയിരിക്കും നിൽക്കുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെയായിരിക്കും. ജൂൺ 21 സമയത്ത് ഞാൻ സണ്ണ് വരച്ചിരിക്കുന്നത് ഇവിടെയാണ് അല്ലേ. സണ്ണ് ഒരിക്കലും ചലിക്കുന്നില്ല കേട്ടോ, അത് നമ്മൾ പഠിക്കണേ. സണ്ണിൻ്റെ പൊസിഷൻ അല്ല മാറുന്നത്, ഭൂമി ചെരിഞ്ഞ് കറങ്ങുന്നത് കൊണ്ട്. നമുക്കറിയാം ഭൂമി ചെരിഞ്ഞാണ് കറങ്ങുന്നത്. ആ ചെരിവ് വെച്ചിട്ടാണ് ഭൂമി എന്ത് ചെയ്യുന്നത്? സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ആ ചെരിവുള്ളത് കൊണ്ടാണ് പല സമയത്തും ഈ പറയുന്ന സണ്ണിൻ്റെ പൊസിഷൻ പല ഭാഗങ്ങളിലായിട്ട് ഫേസ് ചെയ്ത് വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ജൂൺ 21 സമയത്ത് ആർക്ക് നേരെ ആയിരിക്കും സണ്ണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. കണ്ട, ഇതല്ലേ, ഇതിന് നേരെയാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെയായിരിക്കും. അപ്പോൾ ജൂൺ 21 നോക്ക്, ജൂൺ 21 സമയത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ ആയിരിക്കും അല്ലേ. അപ്പോൾ സൺലൈറ്റ് കൂടുതൽ ഇവിടെ അല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡേ കൂടുതലായിരിക്കും, നൈറ്റ് കുറവായിരിക്കും. ഏത് ഹെമിസ്ഫിയറിൽ? ഈ നദേൺ ഹെമിസ്ഫിയറിൽ ഡേ കൂടുതലും നൈറ്റ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? ഡേ കുറവായിരിക്കും, നൈറ്റ് കൂടുതലായിരിക്കും. മനസ്സിലായി? ഈ ഹെമിസ്ഫിയറിൽ എന്താണോ നടക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ ഓപ്പോസിറ്റ് ഹെമിസ്ഫിയറിൽ നടക്കുന്നത്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഡേ കൂടുതൽ, ഇവിടെ ഡേ കുറയും. ഇവിടെ നൈറ്റ് കുറഞ്ഞാൽ ഇവിടെ എന്ത് കൂടും? നൈറ്റ് കൂടും. എപ്പോഴാണെങ്കിൽ സണ്ണിൻ്റെ പൊസിഷൻ ഇതിന് നേരെ ആയിട്ട് വരുന്ന സമയത്ത്. ഓക്കെ, ഇക്വേറ്ററിന് നേരെ ആയിട്ട് വന്നാൽ രണ്ടിടത്തും എന്തായിരിക്കും നടക്കുന്നത്? സെയിം ആയിരിക്കും. അതാണ് നമ്മൾ ഇവിടെ പഠിച്ചത് അല്ലേ. ഇനി നോക്കിയാൽ ഡിസംബർ 22 പ്രത്യേകത നോക്കാം. ഡിസംബർ 22 സമയത്ത് സണ്ണിൻ്റെ പൊസിഷൻ ആർക്ക് നേരായിട്ടാണ് വരുന്നത്? നോക്കിയിട്ട് പറയാം, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് നേരെയായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആർക്ക് നേരെയാണ് വരുന്നത് അവിടെ ആയിരിക്കും എന്ത് കൂടുതൽ? ഡേ കൂടുതൽ. അവിടെ എന്ത് കുറവായിരിക്കും? നൈറ്റ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരുന്നത് ഏത് ഹെമിസ്ഫിയർ ആണെന്ന് അറിയാം? സദേൺ ഹെമിസ്ഫിയർ ആണെന്ന് അറിയാം അല്ലേ. ഏത് ഹെമിസ്ഫിയറിലാണ്? സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ ഇവിടെ എന്ത് കൂടുതലായിരിക്കും? ഡിസംബർ 22 സമയത്ത് ഇവിടെ ഡേ കൂടുതലും നൈറ്റ് കുറവായിരിക്കും. എന്നാൽ ഓപ്പോസിറ്റ് ഏതാണ്? ഇവിടെ അല്ലേ. ഇവിടെ നദേൺ ഹെമിസ്ഫിയറിൽ എന്ത് കുറവായിരിക്കും? ഡേ കുറവും നൈറ്റ് കൂടുതലായിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണെന്ന് വിൻ്റർ സോൾട്ടൈസ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്: സമ്മർ സോൾട്ടൈസ്, ഇക്വിനോസസ്, വിൻ്റർ സോൾട്ടൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട്സ് ജസ്റ്റ് പഠിക്കാനാണെങ്കിൽ നമ്മളിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി വീഡിയോ പ്ലേ ചെയ്തൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ സമ്മർ സോൾട്ടൈസും പഠിച്ചു, ഇക്വിനോസസും പഠിച്ചു, വിൻ്റർ സോൾട്ടൈസും പഠിച്ചു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റാണോ? എന്നാൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത കാര്യം നമുക്ക് നോക്കിയേ,
നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. മാർച്ച് 21 സെപ്റ്റംബർ 23 സമയത്തൊക്കെ ഇക്വേറ്ററിന് നേരെയാണ് വരുന്നത്. ഞാൻ നിങ്ങളടുത്ത് ചോദ്യം ചോദിക്കട്ടെ, പെട്ടെന്ന് ആൻസർ ഒന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ നേരത്തെ എഴുതിയത് ഇതിനകത്തില്ല. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പെട്ടെന്ന് ആൻസർ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ ക്ലാസ്സും കണ്ടിട്ടുള്ളൂ, എന്നാലും വെറുതെ ചോദിച്ചു നോക്കാം കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. മാർച്ച് 21 സമയത്തും സെപ്റ്റംബർ 23 സമയത്തും ഇക്വേറ്ററിന് നേരെ വരുന്ന ഈ ഒരു സംഭവത്തെ എന്ത് പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്? ഇക്വിനോസസ്. എന്താണ് ഇക്വിനോസസ്? ഇക്വിനോസസിൻ്റെ പ്രത്യേകത എന്താ? രണ്ട് ഹെമിസ്ഫിയറിലെയും എന്ത് സെയിം ആയിരിക്കും? ഡേയും നൈറ്റും സെയിം ആയിരിക്കും. ക്ലിയർ ആണോ? ആൻസർ മനസ്സിൽ വരുന്നുണ്ടോ? ഓക്കെ. ഇനി ജൂൺ 21 പ്രത്യേകത എന്താ? ആലോചിച്ചിട്ട് പറ. ജൂൺ 21 സമ്മർ സോൾട്ടൈസ് ആണ്. എന്താണ് സമ്മർ സോൾട്ടൈസ്? അതിൻ്റെ പ്രത്യേകത എന്താ? ഈ സണ്ണിൻ്റെ പൊസിഷൻ ആർക്ക് നേരെയാണ് വരുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിനോട് നേരെയായിട്ടാണ് വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഈ പറയുന്ന ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? ഡേ കൂടുതലായിരിക്കും, നൈറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ നടക്കുക? ഓക്കെ. ഡിസംബർ 22 എന്താ പ്രത്യേകത? ആർക്ക് നേരെയാണ് സണ്ണിൻ്റെ പൊസിഷൻ വരുന്നത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഡിസംബർ 22 പ്രത്യേകത ഇതിന് നേരെ വരുന്നതിന് അറിയപ്പെടുന്ന പേര് വിൻ്റർ സോൾട്ടൈസ് അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കൂടുതലായിരിക്കും? ഡേ കൂടുതലും നൈറ്റ് കുറവായിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടുത്തെ ഹെമിസ്ഫിയറിൽ നടക്കണം. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ കേട്ട സംഭവം ഒന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചോ ഇല്ലയെന്ന് അറിയാമല്ലോ. യെസ്. ഇനി നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. മാർച്ച് നമുക്കിങ്ങനെ ഓർഡർ വരാം. മാർച്ച്, പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി ജൂണ്, സെപ്റ്റംബർ, ഡിസംബർ. ഓക്കെ. മാർച്ച് 21 സമയത്ത് നമുക്കറിയാം ഇക്വേറ്ററിൻ്റെ ആ ഭാഗത്താണ് അല്ലേ? മാർച്ച് കഴിഞ്ഞ് പിന്നെ എങ്ങനെ പോയി ജൂൺ 21 എത്തുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെയായിട്ട് വരും. നമുക്കിപ്പോൾ അതൊന്നും പഠിക്കണ്ട. മാർച്ച് 21 ജൂൺ 21 ഇടയിൽ നോർത്തിൽ ഉണ്ടാവുന്ന സീസൺ ഏതാണെന്ന് ചോദിക്കും. അപ്പം ഒരു കാര്യം നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. നമ്മൾ ഇന്ത്യ ഏത് ഹെമിസ്ഫിയറിൽ പെടുന്നതാണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഏത് ഹെമിസ്ഫിയറിലാണ്? നോർത്ത് ഹെമിസ്ഫിയറിലാണ് ഇന്ത്യ ഉൾപ്പെടുന്നത് കേട്ടോ. ഇന്ത്യ ഉൾപ്പെടുന്ന ഏതിലാണ്? നോർത്ത് ഹെമിസ്ഫിയർ. ഒരു കാര്യം ചിന്തിച്ച് നോക്കിയാൽ മാർച്ചിനും ജൂണിനും ഇടയിലാണ് നമ്മളിവിടെ എന്തുണ്ടാവുന്നത്? ഈ മാങ്ങയും ചക്കൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ഇവിടെ ഏതിലാണ്? മാർച്ചിനും ജൂണിനും ഇടയിലാണല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആ സീസണെയാണ് നമ്മൾ സ്പ്രിംഗ് സീസൺ എന്ന് വിളിക്കുക. മലയാളത്തിലാണെങ്കിൽ വസന്തകാലം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ മാർച്ച് 21 ജൂൺ 21 ഇടയിലുള്ള സീസൺ, നോർത്ത് ഹെമിസ്ഫിയറിലെ സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പ്രിംഗ് സീസണാണ്. സ്പ്രിംഗ് ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് ഓട്ടോമൺ സീസൺ എന്ന് പറയും. എന്താണ്? ഓട്ടോമൺ സീസൺ. ഇനി ജൂൺ 21 സെപ്റ്റംബർ 23 ഇടയിൽ നദേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് അനുഭവപ്പെടുന്നത് എന്ത് സീസണാണ്? സമ്മർ സീസണാണ്. ഏത് സീസണാണ്? സമ്മർ സീസണാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു സണ്ണിനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു സണ്ണാണെന്ന് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ. ഇവിടെ സമ്മർ ആണെങ്കിൽ സദേണിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താ? വിൻ്റർ ആയിരിക്കും. ഇനി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ അതിൻ്റെ ഇടയിലാണ് കുറേ ചെടികൾ, ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുന്ന സമയം. അപ്പം ഞാനിവിടെ ഒരു ഇല വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഇല വരച്ച് വെച്ചാൽ അത് മനസ്സിലാക്കി വെക്കുക. ഓട്ടമൺ സീസൺ, ഇല കൊഴിഞ്ഞു പോകുന്ന ആ ഒരു കാലഘട്ടമാണിത്, ഓട്ടമൺ സീസൺ. അപ്പോൾ നോർത്തിൽ ഓട്ടമൺ ആണെങ്കിൽ സദേണിൽ എന്തായിരിക്കും? സ്പ്രിംഗ് സീസൺ ആയിരിക്കും. ഇനി ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ നമുക്കറിയാം ആ ഒരു സമയത്തിൻ്റെ ഇടയിൽ തണവായിരിക്കും അല്ലേ? അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? വിൻ്ററും, സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും? സമ്മറായിരിക്കും. തെറ്റിക്കോ? ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മടക്കി വെച്ചിട്ട് ഞാൻ നിങ്ങളടുത്ത് ചോദിക്കാം. നിങ്ങളെനിക്ക് കറക്റ്റ് ആൻസർ പറഞ്ഞു തരണം കേട്ടോ. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ, മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് സീസൺ ആയിരിക്കും? പറയും. ഏത് സീസൺ ആയിരിക്കും? സ്പ്രിംഗ് സീസൺ ആയിരിക്കും. അപ്പോൾ സൗത്തിൽ എന്തായിരിക്കും? സ്പ്രിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഓട്ടമൺ സീസൺ അല്ലേ? ഇനി ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 നോർത്തിൽ എന്തായിരിക്കും? നോർത്തിൽ സമ്മർ, സൗത്തിൽ എന്തായിരിക്കും? വിൻ്റർ. ഇനി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ നോർത്തിൽ എന്താണ്? ഇലയാണ് വരച്ചിരിക്കുന്നത് അല്ലേ? ഓട്ടമൺ സീസൺ. എങ്കിൽ മറ്റോടത്ത് സൗത്തിൽ എന്തായിരിക്കും?
സ്പ്രിംഗ് സീസൺ ആയിരിക്കും അല്ലേ. ഇനി ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയും നോർത്തിൽ എന്തായിരിക്കും, തണവിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. അത് അത്ര അങ്ങോട്ട് ക്ലിയർ അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, തണവിനെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ, ഡിസംബർ കഴിഞ്ഞൊരു മാർച്ച് വരെ തണവാണ്. നോർത്തിൽ തണവായിരിക്കും, വിൻ്റർ ആണെങ്കിൽ സൗത്തിൽ എന്തായിരിക്കും, സമ്മർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങൾ ക്ലാസ് ലൈക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഈ പാഠത്തിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ച് പ്രോബ്ലം അടങ്ങിയിട്ടുള്ള ഒരു ക്ലാസ്, വളരെ ചെറിയ സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് അത് പഠിച്ചെടുക്കാനുള്ള ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് വൈകാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, 8 മാർക്കോളം നമുക്ക് ഈ പാഠത്തിനകത്തുനിന്ന് ചോദ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ, നമ്മളെ മെയിൻ എക്സാമിന്. അപ്പോൾ നന്നായിട്ട് ഇത് പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പറ്റുന്ന പോലെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്കും കൂടിയും പകർന്നു കൊടുക്കുക കാര്യങ്ങൾ, കാരണം അവരെല്ലാവരും പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.